ജെമി രജിസ്റ്റേർഡ് നഴ്സാണ്. ജെമിക്ക് കാനഡയിലേക്ക് ജോബ് കിട്ടി. ഈ 31-ാം തീയതി ജെമി കാനഡയിലേക്ക് പറക്കുകയാണ്. ഒത്തിരി സപ്പോർട്ട് ചെയ്തു. മാം പറഞ്ഞു മാം അതിനുവേണ്ടി കോണ്ടാക്ട് ചെയ്യുകയും മാം കുറെ അതിന് ഹെൽപ്ഫുൾ ആയിട്ട് കുറെ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരികയും ചെയ്തു. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് മംഗ്ലീഷ് വേൾഡിന് ഒത്തിരി താങ്ക്സ് പറഞ്ഞാലും മതിയാവത്തില്ല. അത്രയ്ക്ക് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുറെ വട്ടം ഞാൻ പറഞ്ഞു മാം ഞാൻ നിർത്തുവാ, ഞാൻ ചെയ്യുന്നില്ല, മുമ്പോട്ട് പോകുന്നില്ല. മാം പറഞ്ഞു നീ എന്തായാലും ട്രൈ ചെയ്യുക. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞത് കിട്ടാനുള്ള റീസൺ എന്ന് പറയുന്നത്. അങ്ങനെ മാമിന്റെ ഒരു ഫോഴ്സ് കൊണ്ടാണ് സത്യം പറഞ്ഞ ഇപ്പൊ ഈ ഓഫർ ലെറ്റർ എന്റെ കയ്യിൽ വരുന്നത്. ഗൈസ്, നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ നഴ്സസിനും ഈ വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഉറപ്പായിട്ടും പ്രയോജനപ്പെടും. ഇത് നമ്മൾ സൂമിലൂടെ എടുത്ത ഒരു സെഷൻ ആയിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. അതിനെ ആദ്യമേ ക്ഷമിക്കുന്നു. ജെമിയോട് ചോദിക്കാം എങ്ങനെയായിരുന്നു മംഗ്ലീഷ് വേൾഡിൽ എത്തിയതെന്നും എങ്ങനെയാണ് ജെമിയുടെ കാനഡയിൽ പോയി രജിസ്റ്റേർഡ് നഴ്സ് ആകണം എന്നുള്ള ഒരു ആഗ്രഹം സാധിച്ചെടുത്തതെന്നും ഒക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് നേരെ ജെമിയിലേക്ക് പോകാം. ജെമി എങ്ങനെയാണ് മംഗ്ലീഷ് വേൾഡിനെ പറ്റി അറിഞ്ഞത്? ഞാൻ എന്റെ ഒരു ഫ്രണ്ട് മുഖേനയാണ് മംഗ്ലീഷിനെ പറ്റി ആദ്യം അറിയുന്നത്. സോ അറിഞ്ഞ പ്രകാരം ഞാൻ ദുബായ് ബ്രാഞ്ചിൽ ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്തു. അവിടെ നിന്ന് എനിക്ക് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് കിട്ടി. സോ അതുവഴിയാണ് ഞാൻ എന്റെ പ്രോസസ്സിങ് കാനഡ എന്നുള്ള എന്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തു. മംഗ്ലീഷ് വേൾഡിൽ ജെമി കോൺടാക്ട് ചെയ്തപ്പോഴുള്ള ജെമിയുടെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നമ്മുടെ സ്റ്റാഫിന്റെ ആ ഒരു സപ്പോർട്ട്? എനിക്ക് മാമാണ് ഫസ്റ്റ് എന്റെ കൺസൾട്ടന്റ് ആയിട്ട് വന്നത്. സോ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് കൃത്യമായി എനിക്ക് പറഞ്ഞു തന്നു. സോ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എന്റെ പ്രോസസ്സൊക്കെ എനിക്ക് എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത് നല്ലൊരു അറിവുണ്ടായിരുന്നു. സോ എനിക്കത് എളുപ്പമായി മാറിയതുകൊണ്ട്. ആക്ച്വലി എനിക്ക് വെസ്സുമായിട്ട് റിലേറ്റഡ് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എന്റെ വെസ്സിന്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോകേണ്ട പേപ്പർ അവിടെ എന്റെ മാറിയാണ് ചെന്നത്. അപ്പം എനിക്ക് ടൈം പീരീഡ് ഉണ്ടായിരുന്നു. മാർച്ച് 25 എനിക്ക് പേപ്പേഴ്സ് അവിടെ എത്തണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു എത്തത്തില്ല. പക്ഷെ മാം എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. മാം പറഞ്ഞു മാം അതിനുവേണ്ടി കോണ്ടാക്ട് ചെയ്യുകയും മാം കുറെ അതിന് ഹെൽപ്ഫുൾ ആയിട്ട് കുറെ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരികയും ചെയ്തു. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് മംഗ്ലീഷ് വേൾഡിന് ഒത്തിരി താങ്ക്സ് പറഞ്ഞാലും മതിയാവത്തില്ല. അത്രയ്ക്ക് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് പോകണം എന്നൊക്കെ വിചാരിച്ചു. കാരണം ബസ് പോയി, ടൈം ലിമിറ്റ് കഴിഞ്ഞു പോയി എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷെ മാം പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല, നീ ഇത് കണ്ടിന്യൂ ചെയ്താൽ മതി, അതൊക്കെ റെഡി ആകുമെന്ന് പറഞ്ഞു. മാം ഒരാൾ കാരണമാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രത്തോളം എത്താനായിട്ട് എന്നെ സഹായിച്ചത്. മാം എനിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ട് നിന്നു. മാമിനോട് കുറെ വട്ടം ഞാൻ പറഞ്ഞു മാം ഞാൻ നിർത്തുവാ, ഞാൻ ചെയ്യുന്നില്ല, മുമ്പോട്ട് പോകുന്നില്ല. മാം പറഞ്ഞു നീ എന്തായാലും ട്രൈ ചെയ്യുക. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞത് ഇത് കിട്ടാനുള്ള റീസൺ എന്ന് പറയുന്നത്. അങ്ങനെ മാമിന്റെ ഒരു ഫോഴ്സ് കൊണ്ടാണ് സത്യം പറഞ്ഞ ഇപ്പൊ ഈ ഓഫർ ലെറ്റർ എന്റെ കയ്യിൽ വരുന്നത്. ഒരുപാട് പേര് എപ്പോഴും നമ്മളോട് ചോദിക്കുക എത്ര ടൈം എടുക്കും എന്നുള്ളത് തികച്ച് അങ്ങനെ പറയാനൊന്നും പറ്റില്ല. ഗൈസ്, നമ്മുടെ ഓരോരുത്തരുടെയും അപ്ലൈ ചെയ്യുന്ന പ്രൊഫൈൽ അതേപോലെയൊക്കെ ഇരിക്കും കാര്യങ്ങൾ. പക്ഷെ നമ്മൾ ഒരിക്കലും അത് ഡ്രോപ്പ് ചെയ്യരുത്. അങ്ങനെ ഒരുപാട് പേര് പ്ലാൻ ഡ്രോപ്പ് ചെയ്താലെന്നൊക്കെ ആലോചിക്കുന്നതൊക്കെ ഉണ്ട്. ഇന്ത്യൻ പ്രോസസ് തുടങ്ങി കഴിഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. അതിന്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് ജെമി. ജെമിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു പ്രോസസ് ഇടയ്ക്ക് ഒരു സം പോയിന്റിൽ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയിട്ട് പ്രോസസ് ചെയ്യണോ വേണ്ട എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ജെമി നിർത്തിയില്ല. ജെമി പ്രോസസിംഗായിട്ട് മുന്നോട്ട് പോയി. ഇപ്പൊ ജെമി 31-ാം തീയതി കാനഡയിൽ എത്തുന്നത് വരെ അല്ലെ ജെമി? ജെമിക്ക് ഇപ്പം RN-ആയിട്ടാണ് കാനഡയിൽ ജോബ് കിട്ടിയിരിക്കുന്നത്. ഏത് പ്രോവിൻസിലേക്കാണ് ഇപ്പൊ വന്നിരിക്കുന്നത്? എനിക്ക് ന്യൂ ഫൗണ്ടിലാണ് ലാബറട്ടറിയിലാണ് കിട്ടിയിരിക്കുന്നത്. ന്യൂ ഫൗണ്ട് ലാബറട്ടറിയിലേക്കാണ് ഓഫർ വന്നിരിക്കുന്നത്. എന്നത്തേക്കാണ് കാനഡയിലേക്ക് പോകുന്നത്? ഞാൻ ഈ മാസം 31-ാം തീയതിയാണ് പോകുന്നത്. ഈ മാസം 31-ാം തീയതി പോകും. ജെമിയുടെ കല്യാണം 25-ാം തീയതിയാണ്. 5 ദിവസം കഴിഞ്ഞാൽ കാനഡയ്ക്ക് പോവാണ്. അതെ. അപ്രൂവൽ വന്ന സമയത്ത് ജെമിക്ക് എന്താണ് തോന്നിയത്? ഭയങ്കര സന്തോഷം തോന്നി. ഫസ്റ്റ് ടൈം എന്നോട് പറഞ്ഞത് 31 തന്നെ അവിടെ ചെല്ലണം എന്നായിരുന്നു. അപ്പൊ ഞാൻ പെർമിറ്റ് കൊടുത്തത് അപ്ലൈ ചെയ്തത് ഈ മാസം 1 അപ്പൊ എനിക്ക് ഭയങ്കര ഭയമായിരുന്നു, കിട്ടുമോ, എനിക്ക് 31 തന്നെ പോകാൻ പറ്റുമോ. പക്ഷെ മാം എന്നോട് പറഞ്ഞു നീ എന്തായാലും പോകും. അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് മാം തന്നു. ഗൈസ്, നമ്മുടെ ടീം എന്ന് പറയുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീമാണ്. ജെമി തന്നെ മെൻഷൻ ചെയ്ത സീനിയർ ഓപ്പറേഷൻസ് മാനേജറാണ് വെയ് ബ്രാൻഡിന്റെ. പുള്ളിക്കാരിക്ക് തന്നെ മോർ ദാൻ 10 years എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് രീതിയിൽ. അപ്പൊ നമുക്കറിയാം അത് എങ്ങനെ ഫയൽ ചെയ്യണം, നമുക്ക് അപ്രൂവൽ വരുന്ന കേസ് അതൊക്കെ നമുക്കറിയാൻ പറ്റും. ഇപ്പൊ ജെമിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, അല്ലെ 31-ാം തീയതി കാനഡയ്ക്ക് ചെല്ലണം, അതിന് മുന്നേ അപ്രൂവൽ വരുമോ ഇല്ല എന്നുള്ളത്. പക്ഷെ നമ്മുടെ ടീം ജെമിയോട് പറഞ്ഞില്ലേ ഒന്നും പേടിക്കണ്ട, 31-ാം തീയതി കാനഡയിൽ എത്തിയിരിക്കുകയാണ്. അതെ. എത്ര ദിവസം എടുത്തു അപ്രൂവൽ വരുന്നുണ്ട്? വർക്ക് പെർമിറ്റ് അപ്രൂവൽ വരും. വർക്ക് പെർമിറ്റ് അപ്രൂവൽ ചെയ്യാൻ ഏകദേശം ഒരു 1 month അടുത്ത് അപ്രൂവലിന് എടുത്തു. പാസ്പോർട്ട് സ്റ്റാമ്പിങ്ങിന് എനിക്ക് 14 days എടുത്തുള്ളൂ. 14 days എടുത്തുള്ളൂ. അപ്പോൾ ഈ ടോട്ടൽ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു മാസം 14 ദിവസം കൊണ്ട് പരിപാടി കംപ്ലീറ്റ് ആയി. അതെ, കംപ്ലീറ്റ് ആയി. വീട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? എല്ലാരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് ഉടനെ പോകുന്ന ഒരു വിഷമമുണ്ട്. ബട്ട് എന്റെ ഏറ്റവും വലിയ ഡ്രീം ആയിരുന്നു കാനഡയിൽ പോയി നഴ്സായിട്ട് ജോലി ചെയ്യാന്നുള്ളത്. സോ അത് അച്ചീവ് ചെയ്തുകൊണ്ട് അവരൊക്കെ പറഞ്ഞു.
നമുക്ക് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ എപ്പോഴും വീഡിയോസ് ചെയ്യുന്ന സമയത്ത് പറയുന്നതാണ് ഗൈസ്, ഇപ്പോഴാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത്, നിങ്ങൾ ആ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. ജെമിനിയുടെ മാരേജ് വെഡിങ് 25-ാം തീയതിയാണ്. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് ജെമിക്ക് പോസ്റ്റ്പോൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഈ ഒരു ചാൻസ് പിന്നെ കിട്ടിയെന്ന് വരത്തില്ല. നമുക്ക് പക്ഷെ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഉണ്ട്, അത് പ്രോപ്പറായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ജെമി നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കാവുന്നേ ഉള്ളൂ. ജെമിയുടെ കല്യാണം കഴിഞ്ഞ് 5 ദിവസത്തിനുള്ളിൽ തന്നെ ജെമി കാനഡയ്ക്ക് എത്തുന്നു. പക്ഷെ അവരെ കാത്തിരിക്കുന്നതെന്ന് പറയുന്നത് വളരെ നല്ല ഒരു ഭാവിയാണ്. ഈ തിരക്കിനിടയിലും ജെമി ടെസ്റ്റിമോണിയിൽ തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ജെമി, വിവാഹത്തിന് എല്ലാവിധ ആശംസകളും പിള്ളച്ചന്റെയും മക്കളീഷുകളുടെയും വക നന്നായി വരട്ടെ. കാനഡയിൽ ചെത്തും അടിപൊളിയാവട്ടെ.